ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ലൈറ്റ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. പ്ലം കേക്ക് പോലെ തന്നെ മറ്റൊരു ഫ്രൂട്ട് കേക്കാണിത്. ഇതിലേക്ക് പിന്നെ നമ്മൾ കാരമൽ ഒന്നും ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ സമയം കളയാത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം 1/2 കപ്പ് മിക്സഡ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1/2 കപ്പ് റൈസിൻസ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളതാണ്. പിന്നെ ഒരു 10-12 ചെറി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് 250 ml ആണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി വേണം. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ചേർക്കണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ഇത് നമുക്ക് അരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 5 മുട്ടയാണ്. 5 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടവെള്ളം ഇത്രയും ഒന്ന് പതഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടവെള്ളം നല്ല സ്റ്റിഫ് ആകുന്നത് വരെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടവെള്ളം ഇവിടെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. 2 തരത്തിലുള്ള എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസും 1 ടീസ്പൂൺ വാനില എസൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കൂടെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയുടെ യോക്കും മുഴുവനായിട്ടും ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുത്താൽ മതിയാവും. ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ എന്ന് പറയുമ്പോൾ 180 ഗ്രാം ബട്ടർ എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. പിന്നെ ബട്ടർ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓയിൽ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ബട്ടർ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ബട്ടർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ബാറ്റർ നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ഇട്ട് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം മാത്രം ഇട്ട് കൊടുത്താൽ മതി.
അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുഴുവൻ മിക്സ് ചെയ്തിട്ടില്ലല്ലോ, അപ്പം ബാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ഇതിന് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും നമ്മൾ ബാറ്ററിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫ്രൂട്ട് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വരുന്ന ക്രിസ്മസിന് എന്തായാലും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പ്ലം കേക്ക് പോലെ തന്നെയുള്ളൊരു ഫ്രൂട്ട് കേക്കാണ്. നല്ല ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ടീ കേക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.